हर हर बोले नमः शिवाय नमः शिवाय नमः शिवाय हर हर बोले नमः शिवाय गंगाधरा शिव गंगाधरा हर हर बोले नमः शिवाय गंगाधरा शिव गंगाधरा हर हर बोले नमः शिवाय नमः शिवाय नमः शिवाय हर हर बोले नमः शिवाय नमः शिवाय नमः शिवाय हर हर बोले नमः शिवाय शिवशंकर पार्वती रमणा निनके नमो नमो सुंदरतर पिनाकधर सुंदरधर पिनाकधर गंगाधर गजाचर्मकरधर गंगाधर गजाचर्मकरधर चंद्रचूड़ शिवशंकर पार्वती रमणा निनके नमो नमः चंद्रचूड़ शिवशंकर पार्वती रमणा निनके नमो नमः शिवाय नमः शिवाय ഹലോ ഗായ്സ്, എല്ലാവർക്കും D4 ഡാന വ്ളോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മുടെ മോസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നുള്ളത് നവാറ്റി പങ്കായിന്ന്. അതെ, യെസ്. അപ്പോൾ നമ്മളിന്ന് മോസ്റ്റ് ആയിട്ട് പോയി പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ശിവന് വന്നിട്ട് ഈവനിങ് പൂജ ചെയ്യുകയാണ് കേട്ടോ ഗായ്സ്. മോർണിംഗ് പൂജ എടുത്തത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, രാവിലെ മുഴുവനും റഷും തിരക്കൊക്കെ ആയി പോയില്ലേ വാറ്റി. അപ്പോൾ ഈവനിങ്ങിൽ വന്ന് നമ്മൾ നമ്മുടെ ശിവനെ പൂജിച്ച് നമ്മൾ തിരിവെച്ചു, പ്രാർത്ഥിച്ചു. മോസ്റ്റായിട്ട് നമ്മൾ ശിവനോട് പ്രാർത്ഥിച്ചു. സത്യം പറഞ്ഞാൽ ശിവന്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് ശിവനെ കണ്ടിങ്ങനെ നിന്നു, നമുക്കൊന്നും പ്രാർത്ഥിക്കാനില്ലല്ലേ അല്ലേ? സത്യം. എന്താ, നമ്മളിന്റെ ഉള്ളിലാണല്ലോ ദൈവം ഉള്ളത്. അപ്പൊ ഒന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ എങ്കിലും നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ ദൈവമായിട്ട് നമ്മളിങ്ങനെ പങ്കുവെക്കും. അപ്പൊ മോസ്റ്റായിട്ട് നമ്മളിതാ ശിവന്റെ അടുത്ത് നമ്മൾ തിരിവെച്ച് നന്നായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഗൈസെ മോസ്റ്റായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ശിവൻ മോസ്റ്റായിട്ട് ഇതാ ഇവിടെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, കണ്ടോ. അപ്പം നൈറ്റില് അതന്നെ വായടച്ചിട്ടുള്ള പുഞ്ചിരിയിലാണ്, ധ്യാനത്തിലാണ് നമ്മുടെ ശിവൻ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ കാവിനെ പറ്റിയൊക്കെ നമ്മൾ മോസ്റ്റായിട്ടുള്ള വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ശിവൻ വന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ പപ്പേൻ്റെ ഒരനുഗ്രഹമാണിത്. നമ്മുടെ പപ്പയാണ് നമ്മുടെ ശിവനെ മോസ്റ്റായിട്ട് നമുക്ക് തന്നിട്ട് പോയതില്ലേ പറ്റി. അവിടെ ആ ശിവൻ നമുക്ക് എന്നും കാവലായിട്ട് എന്നും കൂട്ടുണ്ട്. ഒരുപാട് സന്തോഷമാണ്. നമ്മുടെ വിഘ്നേശ്വരനുണ്ട്, കണ്ടോ. നമ്മുടെ ഉണ്ണിഗണപതി ഉണ്ട് ഇവിടെ, കണ്ടോ. നമ്മുടെ ഉണ്ണിഗണപതിയാണിത്. പിന്നെ നമ്മൾ ഈ രണ്ട് മരത്തിന് നമ്മൾ ബ്രഹ്മാവും
വിഷ്ണുവായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ മുകളിൽ നമ്മുടെ ഹനുമാന്റെ ഫേസ് നമുക്ക് കാണാൻ പറ്റും. അത് കൃത്രിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ശിവൻ എവിടെ ഉണ്ടെങ്കിലും ഹനുമാനും അവിടെ ഉണ്ടാവുമെന്നാണ് പറയുക. കാരണം ശിവൻ്റെ മകനാണല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പം എല്ലാവരുടെയും പ്രസൻസ് നിറഞ്ഞ കാവിൽ നമ്മളിതൊക്കെ ഇവിടെ നിൽക്കുകയാണ്. ഒരുപാട് ജീവികളൊക്കെ ഇങ്ങനെ കരയുന്ന സൗണ്ട് കേൾക്കാല്ലേ. അവിടെ ഒരു നല്ല ഒരു സ്നെയിലുണ്ട് ഇവിടെ. 2 സ്നെയിൽ പങ്ക 2 സ്നെയിലടാ. അതെ, അവര് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി. എപ്പോൾ പൂജ ചെയ്യാൻ ചെമ്പരത്തി പൂ വെച്ചാലും അവർ മുഴുവൻ ആൾക്കാരാണ് കേട്ടോ. അപ്പം നമ്മളെന്നും നമ്മൾ അവന്മാർ 2 പേരെയും കാണും. അതല്ലേ ഇവിടെ ഇങ്ങോട്ട് കാണിക്കണം. അതുകൊണ്ടോ ഇതുണ്ടോ നമ്മുടെ സ്നെയിലൂട്ടനാണ് കേട്ടോ. അത് ഇതെവിടെ ഉണ്ട് കാണിച്ചു തരാം. ഒരാളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുണ്ടോ 2 പേരും ഇവിടെ തന്നെയാണ് കേട്ടോ. ശിവന്റെ മേത്ത് ഇങ്ങനെ കയറി നടക്കും. ശിവൻ സർവ്വവ്യാപിയാണ് അല്ലേ? അതെ, എന്നിലും സർവ്വതിലും നമ്മുടെ ശിവൻ സ്വീകരിക്കും. മോസ്റ്റ് ആയിട്ടുള്ള കാവിൽ നമ്മൾ കയറി മോസ്റ്റ് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെയും പ്രാർത്ഥന അനുഗ്രഹം എനിക്ക് വേണം. അപ്പം നമ്മളിനി നെക്സ്റ്റ് നമ്മൾ പാർട്ടി ഇവിടെ പാർട്ടിയിൽ അതന്നെ പങ്കെടുക്കാൻ വേണ്ടി നമുക്ക് 2 അതിഥികൾ വന്നിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുണ്ണിയും പൊന്നുണ്ണിയാണ്. അവന്മാരെ ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കുറച്ച് നേരം വന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മളെ കാത്തിരിക്കുകയാണ് കേട്ടോ. നമ്മളാണെങ്കിലും ഇവിടെ ശിവനെ പൂജ ചെയ്യാൻ വന്നിരുന്നില്ലേ അവറ്റി. അപ്പൊ നമുക്ക് നമ്മുടെ പാർട്ടി എൻജോയ് ചെയ്യാം. ഗൈസ്, നിങ്ങൾ റെഡിയാണോ? 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 അപ്പൊ party time. So guys, let's go and enjoy our party. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യില്ലേ? തീർച്ചയായിട്ടും എൻജോയ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഞാൻ ആരാവും അറിയോ? ഞാനാവും. അപ്പൊ ഗൈസ് പോവല്ലേ? പോവാ. ഗൈസ്, നമ്മുടെ മച്ചാന്മാരുടെ പൊന്നുണ്ണി സീനാണോ? അല്ലേ സീനല്ലേ? സീനാണ്. ഗിഫ്റ്റ് തരണം. ഗിഫ്റ്റോ? വലിയ തമാശ ഒന്നല്ല. ഹലോ പ്ലേസ്. എനിക്ക് മോസ്റ്റ് ആയിട്ട് എന്റെ ചക്കര കുഞ്ഞുണ്ണിയും എന്റെ ചക്കര പൊന്നുണ്ണി ഒന്നും കൂടി നമുക്കിത് ഷൂട്ട് ചെയ്യാം. അത് ഗിഫ്റ്റാണ്. അയ്യോ എന്താ ശരി ഗായ്സ്. അപ്പൊ ഞാൻ വേഗം എന്റെ ബർത്ത്ഡേ ഡ്രസ്സിൽ വരാം അല്ലേ മങ്ക? യെസ്, ലെറ്റ്സ് ഗോ. അല്ല, ചവിട്ടി ഒന്നാമതല്ല. കരികില കരികില പടാക്കി ഗൈസ്. കരികില ചമ്മന്തിയാക്കി. അതാ തെമ്മാടി. ഇത് പിടിക്കുന്നു. തെമ്മാടിനോട് എടുത്തോളാം പറ. തെമ്മാനോ പോയോ? അതാ സോറി, എന്റെ ദൈവം എന്തൊക്കെയാ നടക്കുന്നത്? കുത്തിരിന്റെ കയ്യില് ചൂണ്ടക്കൊളുത്താ നിറച്ചും. ഹലോ പ്ലീസ് ഇറങ്ങി പോക്കാൻ. എനിക്ക് ഡ്രസ് എടുത്തിട്ടാ ഒന്ന് വരൂരെ. ഒരു കേക്ക് കിട്ടുകയാണെങ്കിൽ എന്തൊക്കെ യുദ്ധം കാണണല്ലേ. അപ്പൊ അതൊരു കേക്ക് പറയുന്ന ആളിപ്പോ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? അപ്പൊ കേക്ക് കാണിക്കണ്ടേ? ഗായ്സ്, ഇപ്പൊ എന്റെ മോസ്റ്റ് ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് ഗായ്സ് നിങ്ങൾ ആരും പറഞ്ഞില്ല. അത് നൈറ്റ് ലൈറ്റിൽ കണ്ടിട്ട് ഇങ്ങനെ ആയിരിക്കും, ഡേ ലൈറ്റിൽ പിന്നെ കാണിച്ചു. മോസ്റ്റ് ആയിട്ടുണ്ടെന്ന് ഗായ്സ് നിങ്ങൾ പറയാൻ മറക്കരുത് അല്ലേ ഓറ്റി? അതെ, മോസ്റ്റ് ആണെന്ന് പറയാൻ മറക്കല്ലോ കേട്ടോ ഗായ്സ്. അപ്പൊ നമ്മള് കേക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. പറയാലോ ഒന്ന്. ശ്രദ്ധിക്കേ, നമ്മുടെ ഇളിയന്മാരുടെ അടുത്ത് വാങ്ങി ഇളിയൻ കേക്കാണ്. എടുക്കുമ്പോഴേ എനിക്ക് ഇളിയാണ്. കേക്ക് ചിരിക്കുന്ന തോന്നുന്നു കേൾക്കുന്നത്. അറിയില്ല എന്തോ സംസാരം. ഇങ്ങോട്ട് ചീറ്റുന്നുണ്ടോ? നീയല്ലേ പങ്ക ജിലേബി തിന്നപ്പോ അതായിരിക്കും. അതെ, വിഷം ചീറ്റുന്നല്ലേ. ഇതിനുള്ളിൽ കത്തിയുണ്ട്. വാളൊക്കെ തരണ്ടല്ലേ? ഇത് പ്ലാസ്റ്റിക് കത്തിന്ന് മനുഷ്യനെ പറ്റിക്ക. അതിനെ കേക്ക് വെട്ടാ, ഞങ്ങള് വെട്ടാനാ മതി. എന്നാ വടിവാള് മതിയോ? ഹലോ, ഞാനുണ്ട് ഇവിടെ. ഗ്ലൗസോ? അല്ല, ടിഷ്യൂ പേപ്പർ. എന്നാലും ചിരിക്കുമ്പോ വാവത്താൻ. ഇത് ഭയങ്കര ചിരിക്കുമ്പോ ബിൽഡപ്പൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ ശരിയാ. എന്നെ 2 വയസ്സായിട്ടുള്ളൂ. അതെ, കണ്ടറിഞ്ഞ തന്നെയാ. ഒരു കാര്യം ഞാൻ പറയട്ടെ. പറഞ്ഞു
ഒന്നും പറയണ്ട. ഒരു ടിഷ്യൂ തീപ്പെട്ടി പേപ്പർ എന്താ ഇത്രയും വലിയ തീപ്പെട്ടി വരുമ്പോ അവരതായിരിക്കും ഈ മെഴുകുതിരി കത്തിക്കാൻ എത്ര തീപ്പെട്ടി വേണം? മിണ്ടായിരിക്കേ അതെങ്കിലും തന്നല്ലോ, അതെ പ്രൊവൈഡ് ചെയ്തല്ലോ. അതെ, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും നമ്മുടെ അതെ അല്ലേ. അപ്പൊ കേക്ക് മുറിക്കണം. സെലോ ടേപ്പ് ഇങ്ങനെ മുറിക്കണം കേട്ടോ. ഹലോ, എന്താണ് പ്രശ്നം? ഡയാന അതവിടെ ഞാനും അങ്ങനെ എന്റെ മോനെ കേക്കിന് സൈഡില് പോലും അയ്യോ ബത്തയിട്ട് അവനെ കൂടി ആട്ടിക്കൊണ്ട് നടന്നതാ ഞാനും ഭയങ്കര എവിടെ തട്ടാതെ കൊണ്ടുപോവാണേ. കണ്ടോ എടാ അവരൊക്കെ എന്ത് കേക്ക് കാണാനാ വന്ന് മോസ്റ്റ് നമ്മുടെ വട്ട് കണ്ട അവര് അയ്യോ ഇവിടേക്ക് നീക്കി വെച്ചിട്ട് തുറക്കും, നിലത്തേക്ക് വീഴും. ക്യാമറയും കൊണ്ട് സംസാരിക്കുക. അല്ലാതെ നമ്മളിത് എന്ത് ചെയ്യണേ? ഞാൻ ഈ ക്യാമറ ഒരു തുള്ളി പോലും തട്ടാത്ത ഇപ്പൊ നിലത്ത് വീണ് അതാ സന്തോഷായോ? കേക്കാണ് വെച്ചപ്പോ തൊട്ടത് പറയാ തോന്നണമെന്ന്. മിൽക്ക് രാവിലെ വരെ അറിയാത്ത കാര്യം ഇത് ചിരിക്കുന്ന ചിക്കൻ. അത് ശരിയാ, ചെരിയിലെ മുറിച്ച് തരണം. കോഫി ബൈ. അയ്യോ ഇപ്പൊ തന്നെ മിഠായി എതിരി കത്തിച്ച് വെക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളെ എടുത്തോന്ന് അറിയില്ല. മരുന്നാണോ തിന്നണ്ടേ? ഹലോ ഹലോ പ്ലീസ്. ഇത് മതി. നമ്മുടെ മോസ്റ്റ് സൂത്രാണ് ഗൈസ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് എത്ര നാൾ ഇവിടെ ഇരുന്നു എനിക്കറിയാം. എന്റെ ബോയ് ഫ്രണ്ട് എന്ന് എനിക്ക് വാങ്ങി തരുവാണ്. ഞാൻ കൊണ്ടു തരുമായിരുന്നു. റെഡ് വെൽവെറ്റ്, ഓറിയോ, ഉപകാരമുള്ളവരാണ് നമുക്ക് അല്ലേ? 9 രൂപ ഉള്ളവരല്ല വേണ്ടത്, ഇങ്ങനെയുള്ളവരൊക്കെ വേണം നമുക്ക്. ഓറിയോ വാങ്ങി തരും. എനിക്കും കണ്ടത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ. അതിന്റെ കവറൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കും. അത് ഇങ്ങനത്തെ അല്ല, അത് നട്ട്സ് വരുന്ന പോലത്തെ മിൽക്കിന്റെ കവറൊക്കെ എല്ലാം ഫുൾ ജിലേബി മുഴുവൻ തന്നോ? മോസ്റ്റ് നമ്മുടെ പിന്നെ നമ്മുടെ മോസ്റ്റ് 4 എണ്ണം പേട. മധുരല്ലേ? ബർഫി ആണോ? ഗീ ബർഫി ഉണ്ടോ? എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ഈ ബർഫി എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് അപ്പൊ ഇത്ര ഐറ്റംസ് ഉള്ളൂ. കള്ളക്കളിയാട്ടോ. മോസ്റ്റ് എനിക്ക് സന്തോഷം. ണ്ടല്ലോ നോക്ക്, അതിനകത്ത് ആക്കി കുഞ്ഞാച്ചി. വന്നു എന്താണ് അത്? അതോ കല്ല്. അപ്പൊ നമുക്ക് നമ്മുടെ കേക്ക് പല്ലൊട്ടിയില്ല, എങ്ങനെ കള്ളിയെടുക്കാം കാണിക്കുന്നത്? എടാ നീ സീനാണോടാ? നെക്കൊക്കെ പഠിച്ചിട്ടുണ്ടോ? കാറ്ററിംഗ് പറഞ്ഞിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതാണോ അവരുടെ പരിപാടി? ഡെക്കറേഷൻ. ഞങ്ങളുടെ മെഴുകുതിരി വെക്കുന്ന കാണണം. ഇങ്ങനെ വെക്കുന്നത് പിന്നെ എങ്ങനെ വെക്കണ്ടേ? അവിടെ ഇവിടെ തിരിച്ചു വെച്ച് കത്തിക്കാം, നമുക്ക് വൈബാക്കാം. 11 വയസ്സ്, 2 വയസ്സ്. വേസ്റ്റ് ഒക്കെ നമുക്ക് അതവിടെ അല്ല. ടിഷ്യൂ എനിക്ക് വേണം എന്തായാലും. അടാ അല്ല, തീപ്പെട്ടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നല്ലോ. ഇപ്പഴേ കത്തിക്കുവാ? ചില കില്ലപ്പിള്ളേരുണ്ട്. അല്ലല്ല, അപ്പൊ നോക്ക്, നമ്മുടെ മോസ്റ്റ് കേക്കില് ഈ മണി നിന്ന് നോക്കില്ല നമ്മള്. കണ്ടോ മണി എന്നെ വല്ല നോക്കണ്ട കേട്ടോ. മാങ്ങാപ്പഴം നിന്നിട്ടുള്ള പോലെ കേക്കും കിട്ടാൻ കൊറേ ഉണ്ട്. ഈ പോവാത്ത കാര്യം നീ പറയുന്നുണ്ടോ? അതിന് കുഴപ്പമില്ല. ഓക്കെ, ഇതൊക്കെ നമ്മുടെ അടുത്തേക്ക് ഇരിക്കണം. നമുക്ക് മജക്കി പൊജക്കി ഇച്ചിരി കൊടുത്തു നോക്കാം. ഇടയ്ക്ക് വന്നിട്ട് എന്റെ മീശുട്ടി പ്ലേറ്റോടെ കൊണ്ടുപോകും. അതാ എനിക്കൊന്നും വേണ്ട, വേണ്ട. നിന്റെ ബുർഫീന്നാണ്. അല്ല, ആദ്യം ഓർത്ത് തന്നെയല്ലേ, ഞാൻ കഴിക്കും. മിൽക്ക് ഐറ്റംസ്, പ്രത്യേകിച്ച് ഈ പേട, ബർഫി. അല്ലല്ല,
ഈ പേട ഇവിടെ ചിലർക്കൊന്നും പണ്ട് കണ്ണെടുത്ത പണ്ട് അടുത്ത് നമ്മള് തിന്നുമ്പോ ഇപ്പൊ ഞങ്ങളുടെ എന്തിനാ എടാ കേറിയിരിക്കിന്റെ പൊക്കത്ത്. ഇതിങ്ങനെ സ്പേസ് ഇടണം, അല്ലെങ്കിൽ നോക്ക് അറിയാത്ത കാര്യം ചെയ്യുന്ന അത്ര ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഇങ്ങനെ പോയി പഠിച്ചതല്ലേ പറഞ്ഞേ. ഈ പോവാത്ത കാര്യം ചെയ്യുന്ന ഇഷ്ടപ്പെടാത്ത കാര്യമാണല്ലേ മാമറ്റി. ഈ പങ്കെടുപ്പ് എപ്പോഴും പോവാത്ത കാര്യം. എന്താ പറഞ്ഞടോ? എന്തടാ നിനക്ക്? എന്തടാ എന്തടാ എന്തടാ? അല്ല ഇപ്പൊ ബർത്ത്ഡേ ആരുടെയാണെന്ന് പറയൂ. എന്റെ മകന്റെ അല്ല ആക്ച്വലി ശരിക്കും ആക്ച്വലി ഇവിടെ ഒരു കാര്യം എന്താ പ്രശ്നം വന്ന് നിക്ക്. അതാണ് നമുക്ക് ഫോണ് അല്ല ഐ മീൻ നമ്മുടെ തിരി കത്തിച്ചിട്ടൊന്നുമില്ല. നമുക്കിനി നമ്മുടെ കേക്കിന്റെ ഒക്കെ ഒരു നല്ലൊരു വ്യൂ കാണാം അല്ലേ.
നേരത്തെ എടുത്ത കൂടുതൽ സ്ലോ മോഷൻ ആയിപ്പോയി. പാട്ട് കണ്ട് എല്ലാവരും ആസ്വദിച്ചല്ലോ. അപ്പൊ നമ്മള് മോസ്റ്റ് ആയിട്ട് നമ്മുടെ പങ്കനും നമ്മുടെ കുഞ്ഞുണ്ണിയും നമ്മുടെ അമ്മച്ചിയും മറ്റേ എല്ലാവരുടെ മുഖം ചിരിച്ചോണ്ടിരിക്കുന്ന കാണും. നമ്മുടെ ജുവാന എവലി റോസും പിന്നെ നമ്മുടെ കുഞ്ഞു പൊന്നുണ്ണി പിന്നെ ശരിക്കും മെഴുകുതിരിയാവും. അപ്പോൾ മോസ്റ്റ് ആയിട്ട് കേക്ക് കട്ടാൻ വേണ്ടി പോവാണ്. എനിക്ക് ഏറ്റവും സന്തോഷമായത് കുഞ്ഞുണ്ണിയും മന്താണ്. കാരണം ഞാൻ ഓർത്ത് ഇവരിന്ന് വരില്ലേ ഒക്കെ ഓർത്ത് എനിക്ക് വിഷമമായി. പിന്നെ ജോജാവിന്റെ മീൻ വരാത്ത എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്തായാലും ഒരു നല്ല സർപ്രൈസ് ആയിട്ട് രണ്ടുപേരും ഓടി വന്ന് എനിക്ക് സന്തോഷമുണ്ട്. അയ്യോ എനിക്ക് ഗിഫ്റ്റ് ആരും ഓടുന്നില്ല. എടാ 10 രൂപ കറണ്ട് ഓടും. ഗായ്സ്, അപ്പൊ എനിക്ക് എന്റെ കുഞ്ഞുണ്ണിയും പൊന്നുണ്ണിയും മോസ്റ്റ് ആയിട്ട് എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇച്ചിരി സൂം ഒക്കെ ചെയ്തോട്ടോ. എന്റെ പിള്ളേർ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സന്തോഷമുണ്ട്. എന്തായാലും മോസ്റ്റ് സന്തോഷമാണ്. അപ്പൊ ഞാൻ ഗിഫ്റ്റ് സന്തോഷപൂർവ്വം കൈ അടിക്കണം എല്ലാവരും. പറഞ്ഞു അതിനോട് അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ നമ്മുടെ ഗിഫ്റ്റ് എന്താ നമ്മൾ നോക്കണം. അപ്പൊ ഇതിൽ ഷോർട്ട്സ് എടുത്തു നമ്മള് മുറിക്കാൻ പോവാണ്. ഗിഫ്റ്റ് പൊളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ പങ്ക. എന്താണ് ഗിഫ്റ്റ് എന്ന് കാണാൻ അവരുടെ മുഖവും അതാണ് ഏറ്റവും വലിയത്. നിനക്കറിയാലോ ഗിഫ്റ്റ് പെട്ടി തുറക്കാൻ കൊല്ലും. മുറിച്ചില്ലാത്ത ഓണത്തിന് ഒരാഴ്ചയോളം എന്റെ സൗണ്ട് പോയത് ഓർക്കുന്നുണ്ടോ? ഇവൻ നീല എടുക്കത്തില്ലായിരുന്നോ? സത്യം കുഴപ്പമില്ല, സാരല്ല. ഞാൻ ഇന്നാളെ ഓർത്തോളും അമ്മേ. അമ്മ ഉള്ള ആരും പറയല്ല കാഴ്ച. ഞാൻ അന്നാളും കൂടി ഓർത്തതാ എനിക്ക് ഒരു കിട്ടിയില്ലല്ലോ. അതിന്റെ പരസ്യം കണ്ടിട്ട് ഒരെണ്ണെങ്കിലും വാങ്ങാൻ പറ്റില്ല. നീ മനസ്സ് വായിച്ചു. അതൊക്കെ അത്രേ ഉള്ളൂ. ഇമോഷണലി അവനല്ല ഞാൻ കൂടുതൽ കാണിച്ചേക്കാന്ന് പിള്ളേരെ എനിക്ക് നമ്മുടെ മോശം കേക്ക് കിടക്കാം. എന്റെ തലപ്പ് പൊട്ടിത്തെറിക്കണം. ചേച്ചി ഇതിട്ട് ആരും കേക്ക് കട്ടിയിട്ടുണ്ടാവില്ലടാ. അത് ക്യാമറ കേൾക്കുന്നില്ല. അത് കത്തി. റെഡി? പാടാനായില്ല, ദീപം കത്തിക്കട്ടെ. കുറച്ച് ഡിവോഷണൽ ആവാം മാർഗം. ഇത് വേണ്ടല്ലോ ഫോണില്. നിനക്കു വന്ദനം. ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. Guys, അപ്പം get ready for the cake cutting. ആണല്ലോ. എടാ എല്ലാരും അടുത്തേക്ക് നിക്കണം. എല്ലാരും വൈബാക്കണം. ഹലോ എല്ലാരും ഒട്ടി നിൽക്കണേ. അപ്പൊ ഗായ്സ് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? കേക്ക് കട്ടിയാൻ പോണേ. എല്ലാരും അമ്മച്ചീന്റെ അടുത്തേക്ക് പോകുന്നത് വൈബാക്കിട്ട് യോ പറഞ്ഞ് കാരണേ. നിന്റെ തലയുണ്ടോ? ഹലോ അമ്മേന്റെ അപ്പുറത്തോ ഞാനിവിടെ കിടക്കണോ? ഹലോ പ്ലീസ്. അപ്പൊ നമ്മളിത് മോസ്റ്റ് ഗായ്സ് ആര് ചേത്ത വെറൈറ്റി ആണ്. നമ്മളിത് മോസ്റ്റ് നമ്മുടെ ജേഴ്സി ഒക്കെ നമ്മളത് കത്തി
അപ്പൊ നമ്മളിന്ന് മോസ്റ്റ് ആയിട്ട് ഗായ്സേ കറണ്ട് പോകുന്നതിന് മുമ്പ് കേക്ക് മുറിക്കാൻ പോവാണ്. അരമണിക്കൂറിനുള്ളിൽ കറണ്ട് പോകും. അതിന് മുമ്പ് കേക്ക് എല്ലാവർക്കും തിന്നണം. എടാ കൊറേ നേരമായി ഒന്നും പ്രത്യേകത ജേഴ്സി ഇട്ടാണ് ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്റെ കുഞ്ഞെന്നെ സമ്മാനം കൊടുക്കട്ടെ എന്റെ ദൈവമേ. കുഞ്ഞിന് അമ്മേ നമുക്ക് മെഴുകുതിരി അങ്ങനെ എത്തിക്കാനാണോ ചന്ദനത്തിരി? അയ്യോ കയ്യും ചന്ദനത്തിരി എടുക്കണ്ട, ഒരു പടക്കം പൊട്ടിച്ച് വെച്ചാൽ മതി. നോക്കട്ടെ, രണ്ടെണ്ണം കത്തുന്നത് കാണുന്നില്ല. ഒന്ന് കാണിച്ചു കൊടുക്കുക ഗൈസിന്. 2 മെഴുകുതിരി കത്തുന്നത്. ഓക്കെ, ഒന്ന് കാണിച്ചു കൊടുക്കുക ഗൈസിന്. അതല്ലേ ഗൈസേ, ശരിക്കും കാണണ്ടേ? എന്താ ശരിക്കും കണ്ടോ? 2 മെഴുകുതിരി ഒരുമിച്ച് കത്തുന്നത്. 2 മെഴുകുതിരി കത്തുന്നത്. മെഴുകുതിരി അതെ, ഇത് പിടിക്ക്. ഒന്ന് അത് അതിന്റെ അടുത്ത് നിന്ന് എന്നെ നോക്ക്. റെഡി? കേക്ക് മുറിച്ചിട്ട് ഫോട്ടോയും വീഡിയോ ഒരുമിച്ച് കൈ കഴിട്ട് വരാം. എന്റെ ദൈവമേ, മുഹൂർത്ത രാഹുകാലം ഇങ്ങനെ പോയാൽ കുളിച്ചോ? എനിക്ക് എല്ലാരും വാ. തരാം. അമ്മ, ഞാൻ മിഠായി നിലത്ത്. അത് ഞാൻ ഓക്കെ, റെഡി? എടാ പാടാ. കേക്ക് തുറന്നു വെച്ചു. എടുക്കണം ശരിക്കും. എനിക്ക് ഇച്ചിരി നീങ്ങോ? അടുത്തേക്ക് അടുത്തേക്ക് മാം. ഷോർട്സ് എടുക്കണ്ടല്ലോ. എല്ലാരും തന്നെ ഓരോന്ന് എടുത്ത പൊങ്കാ. താങ്ക് യു സോ മച്ച് അമ്മ. അമ്മച്ചി തിരഞ്ഞെടുത്തില്ലല്ലോ. അത് വീഡിയോ എടുക്കണുണ്ടോ? ഷോർട്സ് എടുക്കുന്നുണ്ടോ? തണുക്കുന്നുണ്ടോ? എനിക്ക് കാണുന്നില്ല. എന്റെ അമ്മച്ചിക്ക് മോസ്റ്റ് ആയിട്ട് എയർ ഓൺ എയർ ആ മെഴുകുതിരിയിലെ ഊതി മാറ്റി വെക്കുന്നുണ്ടോ? ഊതിയില്ലല്ലോ. എല്ലാം മണ്ടത്തരം മാത്രം. നമ്മളെ ഹലോ ഹലോ ആ ഒരു കയ്യിലേക്ക് പാവടാ. കുറച്ച് വൈബൊക്കെ ഉണ്ടല്ലേ? മൂക്കിലാവുന്നില്ല. ഇപ്പൊ ഞാൻ ശരിക്കും സാന്റാക്ലോസ് ആയി. കുറച്ച് തിന്നോ? അതെ കൊടുക്ക്. അതാ അതിനെന്താ, ഞങ്ങളല്ലേ അല്ലേടാ? കൊല്ലുവാന്ന്. അയ്യോ മതി. താടി വെച്ചതാ. കേക്കിന്റെ താടിയാ? അയ്യോ തെമ്മന്നോ. കുറച്ച് അഞ്ഞു കൊടുക്കാൻ പറ്റുന്ന. അല്ല, നിങ്ങള് വരുന്നില്ലേ? എടാ ഇറങ്ങി വാടാ. എന്റെ വീഡിയോ എടുക്കട്ടെ. സെവനാണോ? ഗായ്സ്, എന്റെ കൊച്ചിന് ഞാൻ കൊടുക്കാൻ പോവാണ്. എന്റെ പൊന്നാര കൊച്ചു. 4 കാലോ എന്തൊക്കെയോ. ഹലോ.
മമ്മ കൊടുക്കുന്നെടുത്തായിരുന്നോ? അല്ലല്ലോ. അല്ലേ, മമ്മ ഒന്നുകൂടെ കൊടുക്കോ ചെറിയൊരു പീസ്? അതൊന്ന് എടുക്കണം. ലാസ്റ്റ് എടുക്കാം. മറ്റേ വാ. അയ്യോ ക്യാമറ രണ്ടും ക്യാമറ ഓൾറെഡി ഓൺ ഉണ്ടോ? കൈയുണ്ടോ പിടിക്കാൻ? ക്യാമറേനെ കേക്ക് തിന്നിക്കണോ? ഇവിടെ ആദ്യം കേക്ക് കഴിച്ചത് ആരാന്നറിയോ ഗൈസ്? എന്റെ കുഞ്ഞ് ആദ്യം കഴിച്ചത്. അതെ, ഞാനത് അവിടെ വെക്കുന്നു. അത് വയലേക്ക് വെച്ചോ, അത് കഴിഞ്ഞിട്ട് എടുക്കാം. മമ്മ തന്നെ എടുക്കാലോ ആ സമയത്ത്. വയലേക്ക് വെക്കാൻ ഇങ്ങനെ കൊച്ചത് പിടിക്കട്ടോ. എന്റെ കൊച്ചു പാവാറ്റയ്ക്കൊന്ന് കൊടുക്കണം. അത് ഓൺ ചെയ്തോ? എന്റെ കൊച്ചു പാവാറ്റേ പിടിച്ചോ. ടേസ്റ്റ് എല്ലാവർക്കും കൊടുത്തോ? ഇനി അടുത്തതായിട്ട് ഞാൻ ഒറ്റയ്ക്ക് തിന്നട്ടെ. മമ്മ തരുന്ന ഒരു ഷോട്ടും കൂടെ വേണമായിരുന്നു. മമ്മ തരുന്ന ഷോർട്സ് ഇതാ മമ്മ തരും. എന്തിനാ കാട്ടിപ്പോയി നിക്ക്. മുമ്പിലേക്കാ നമുക്ക് നമ്മുടെ പിള്ളേർക്കൊക്കെ സ്വീറ്റ്സ് കൊടുക്കാം. ധൈര്യമായിട്ട് എടുക്കണം. നിറച്ചെടുക്കാം. അതൊക്കെ അത്രേ ഉള്ളൂ. ജിലേബി എടുക്കും. രണ്ടും എടുക്കും. ജിലേബി എടുക്കും. ജിലേബി എടുത്തോ. ജിലേബി എടുത്തോ. മതിയോ? മമ്മ എടുക്കാം. എടുക്കുന്നില്ല. ഹലോ ജിലേബി ഉണ്ട്. മോസ്റ്റ് ജിലേബി. ജിലേബി എനിക്ക് ജിലേബി ആഗ്രഹമുണ്ട്. അതെ മമ്മ ഉണ്ടോ ചോറ്? ബർത്ത്ഡേക്ക് മധുരിച്ചില്ലാതെ എല്ലാം മധുരല്ലേ? എല്ലാം മോസ്റ്റ് മനസ്സിലായി. ഹലോ ക്യാമറാമാൻ ജൽദി ഫോക്കസ് കറോ മുझे. പൊന്നുണ്ണി മധുരം നിന്ന് മധുരിച്ചു പോയി. കഴിച്ചേ മധുരിക്കും ഓർമ്മകളെ മലർ മഞ്ചിൽ മധുര കഴിച്ചു. മധുരം സീനാണോ? സീൻ തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. മോശമില്ലടാ, എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾക്ക് ഇഷ്ടം ശരിക്കും. പിന്നെ അല്ല കുറച്ച് മുളക് പൊടി എടുത്തു വിടട്ടെ. കുഴപ്പമുണ്ടോ? എന്റെ ഫോണ് ക്യാമറ നില മഴയത്ത് നനഞ്ഞു. എന്റെ കേക്കിൽ നനഞ്ഞു. ഇങ്ങനെ പറയണ്ടോ? ആ പൊടിക്കാമേ. പിന്നല്ലേ അല്ല ഈ കേക്ക് ഞാൻ തിന്നോ? ആരെല്ലാം കണ്ടോ നിങ്ങള്? ഒരു പിടിക്കും. ഞങ്ങൾ വീടെടുക്കടാ കൊച്ചെ. ഞാൻ കേക്ക് എടുത്തു തിന്നടാ. കേക്ക് തിന്നാതെ എന്തെങ്കിലും ഏതാ തരുന്ന പോണ്ടേ? പറയാനുണ്ടോ? കേക്ക് നല്ല രസമുണ്ടല്ലേ? കേക്ക് എനിക്ക് ഇഷ്ടമായി. വാനിലാന്റെ ഫ്ലേവർ ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു. ഓട്ടോക്കാരുടെ കൊള്ളാം. ഓട്ടോ കേക്ക് കുടുംബശ്രീ ആണെങ്കിലും കുഴപ്പമില്ല. കേക്കിന് ഇനി കുടുംബശ്രീ ഒന്നും ഉണ്ടാകും. അതെ സത്യം. എന്നാലും ഇതെന്താ തുണ്ടാലൊന്നും പിടിക്കാൻ പാടില്ല. ആ ചളുങ്ങി പോയായിരുന്നു ഓൾറെഡി. അത് നീ ഞെക്കിട്ടല്ലേ? ഞാൻ ഞെക്കാറില്ല ഉണ്ടാല്. അറിയില്ല ഞങ്ങളുടെ കലാവിരുതുകൾ നിങ്ങൾ കേൾക്കുന്നത് ശരിയല്ല. തിന്നാ ഇങ്ങനെ തുടയ്ക്കാം. അത്രേ ഉള്ളൂ. കാലം കൊണ്ട് പോയിട്ടോ. ഇതെന്റെ കാല. ഇതെന്റെ മാത്രം കാര്യം. കഴിഞ്ഞില്ലേ? ഇനി തിന്നണോ പായസമൊക്കെ? അയ്യോ മടുത്തു. ഇത്ര വൃത്തി. നമുക്കിനി ഒരു സാധനം കൂടി പൊട്ടിക്കാനുണ്ട്. എരിവില് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങോട്ട് എരുമിൽക്ക്. അയ്യോ എനിക്ക് കഴിക്കാനുള്ള ശേഷി
ഇല്ല ഗൈസ്. പല്ലി തൊട്ടോ പല്ല് വിളിച്ചോ. കുറച്ചുകൊണ്ട് തിന്നാലേ. വയറ് മടുത്തൊന്നേ. ആദ്യം പോയിട്ട് മന്തി. നമുക്കപ്പോ മോസ്റ്റ് നമ്മുടെ ഓറിയോന്റെ നൊസ്റ്റാൾജിയ ആയിരുന്നു ഗൈസ്. എന്താ ചെയ്യാൻ പോകുന്നേ? സിൽക്ക് അല്ലേ? അങ്ങനെ ബോയ്ഫ്രണ്ടിന് ഓർമ്മ വരുന്നല്ലേ. ബോയ് ഫ്രണ്ടോ ഫ്രണ്ട്സ്? സോറി ബോയ് ഫ്രണ്ട്സ്. എന്താണ് പറയുന്നേ? ഒരാളല്ല. സോറി. എനിക്ക് എല്ലാരും ഒരുപോലെയാണ്. അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. അതായത് ഓൾ ഇന്ത്യൻസ് ആർ മൈ ബോയ് ഫ്രണ്ട്സ് ആൻഡ് ഗേൾ ഫ്രണ്ട്സ്. അതെ, ഞാൻ എന്തൊക്കെയല്ലേ പറഞ്ഞു പഠിപ്പിക്കുന്നത്. നമ്മുടെ മോസ്റ്റ് ഹലോ പ്ലേസ്. നൊസ്റ്റാൾജിയ ആണ്. ഓക്കെ. ഓ വാവ്, ഡയറി മിൽക്ക് സിൽക്ക് ഓറിയോയ് മ്യൂറിയല്. എന്റെ ദൈവമേ, ബർത്ത്ഡേക്ക്. അയ്യോ, ഇതൊക്കെ പൊട്ടിക്കുന്നത് വലിയൊരു സന്തോഷത്തില്ല. അയ്യോ ഇത്രയും മധുരം കഴിച്ചു. സത്യം പറയാൻ എന്റെ വയറ് നിറഞ്ഞു. പക്ഷെ എങ്കിലും ഡയറി മിൽക്ക് കണ്ടു കഴിഞ്ഞാൽ എന്റെ വയറ് വീർക്കും. വീർക്കില്ല, കുറയും. അതാ സോറി കേട്ടോ. അമ്മ എന്താ അമ്മ പൂച്ചയെ കൊടുക്ക്. ഒരു അമ്മോ. 1 2 3 4 5 6 7 സമയായി. 8 ഉണ്ടോ? 10 തിന്നണോ അതോ 20 തിന്നണോ? തരില്ല. ഡോണൽ ഡക്ക് ആണോ അമ്മേ? ടോമാഞ്ചറിയിലെ എല്ലാവർക്കും നിറച്ചും തരും. അത് വായി വെക്കാൻ ആണ് കത്തുന്ന സാധനം. അയ്യോ, തീ പറയോ? ഇല്ലല്ലോ, എന്റെ തീ കാണുന്നില്ല. വെളിച്ചത്തേക്ക് നിന്നിട്ട് തീ പറിച്ചോ? അവിടെ കിടന്നോളാം. എല്ലാവർക്കും കൊടുക്കണ്ടേ? ആടുന്നുണ്ടോന്നൊരു സംശയം. നേരത്തെ പൊട്ടി. എനിക്ക് തന്നില്ല. എനിക്ക് തന്നില്ല. അത് നിങ്ങളൊക്കെ തിന്നുന്നേ. എന്ത്? നിങ്ങൾക്ക് ഷുഗർ പിടിക്കും. ഷുഗർ ഇല്ലേ? മമ്മിക്ക് കൊടുത്തു? ഇല്ല, ഞാൻ ജുവാനാ. എല്ലാ എപ്പോഴും പ്രയോറിറ്റി ചെറിയ ആൾക്കാർക്കാ. അയ്യോടാ, എന്റെ മാമയ്ക്ക് കൊടുത്തിട്ട് നീ നിന്നാ മതി. എന്താ കണ്ടില്ലേ? നല്ലേ ശരിയാ. എന്നെ ഒടിയെ കിട്ടിയാ എനിക്കറിയാം. മോശമായിട്ടുണ്ടോ? അടിപൊളി. ഇല്ലടാ, കൊച്ചിന് മൊത്തം പിടിച്ചു. കൊച്ചു നിക്കായി മധുരടിച്ച് നിക്കായി ആളെന്നുള്ളൂ. ഞാൻ എന്റെ ഇതെങ്ങനെയാന്ന് അറിയണ്ടേ? ഉപ്പ് മധുരല്ലേ? ഇതിപ്പോ പൊട്ടിച്ചാല് തിന്നുവോ? ഈ പലക പൊട്ടിക്കടാ, മേമിക്ക് കൊടുക്കാം. മേമിക്കൊന്നും ഒന്നും കൊടുത്തില്ലോടാ. അതെ, മോയി തിന്നണം. പക്ഷെ അതൊന്നും മാറ്റാം. കൈ വെക്കില്ല. അപ്പൊ നമ്മള് മോസ്റ്റ് ആയിട്ട് എന്താണ് ചെയ്യുന്നത്? ഹലോ ജുവാന, കളിക്കണം. What's my name? What's my name? What's my name? My name is Sheila. Sheila की जवानी sexy कोलो तेरी मदरानी. Na 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 Sheila. Sheila की जवानी. നിങ്ങൾ ഇങ്ങോട്ട് കേറുക. തെരി മദരാനി. അതിൽ അടുത്ത സ്റ്റെപ്പ്. മുഖത്തടിക്ക്. ഹലോ, ലൈറ്റ് മുഖത്തടിക്ക്. മുഖത്ത് പിടിക്കുക. ഹലോ, കാണുന്നുണ്ടോ?
കുഞ്ഞിന് കിട്ടില്ല. അതോടെ സ്വാഗതം. ഹലോ നമുക്കൊരു പാട്ടിയാണ് നമ്മൾ നീ തന്നെ ആള് വന്ന് കട്ടിക്കടായ കുടുംബെല്ലാം കായത് പാറ് தெரியாதா ஹிந்தில பேச की चांद को अंगूठ के नीचे छुपा के लाई तेरे दुनिया के नजरे चुरा के के मेरे भाई तू ही बता जाऊं मैं कहाँ मुझको दुआ किसकी लगी भाई आके बता रहा हूँ जो यहाँ दिल फिकर आजा इधर दिल पे लगा ले तू डुमका 1 2 3 4 get out the time from അടുക്കളയിൽ ചപ്പാത്തി കഴിഞ്ഞ് നോക്കാൻ വേണ്ടി ഓടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മളിവിടെ കിടന്ന് നല്ല തീർത്ത് അയ്യോ പറയണം വൈബ് എന്ന് പറഞ്ഞാൽ വൈബ് മോശമല്ല എന്റെ ഗൈസ്. അതെ ഉള്ളിലുണ്ട് ഉണർത്ത് आँख भी जाने का है फड़के मेरी बाही कुंडली जैसे उल्टी दशा ഗായ്സ് അങ്ങനെ നമ്മൾ വൈബ് ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഒന്നും പറയണ്ട, നമ്മൾ ആരും തളരുന്നില്ല. അങ്ങനെ നമ്മൾ വെച്ചടി നമ്മൾ മുമ്പോട്ട് തന്നെ കുതിച്ച് പായിക്കുകയാണ് ഗൈസ്. ഒന്നും പറയണ്ട, അപ്പോഴാണ് നമ്മുടെ പങ്കം കയറുന്ന ഗൈസ്. 1 2 3 4 get down the dance floor. Hola, it's me.
നല്ല വൈബാക്കിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ കുഞ്ഞുണ്ണിനെ പൊന്നുണ്ണിനെ കൂടെ ഒന്നും പറയണ്ട എന്റെ ഗായ്സ്. ഞങ്ങൾ അമ്മനെ വാറ്റിനൊക്കെ കുറെ ഫുഡ് കഴിച്ചു, പക്ഷെ അവരൊന്നും ഗായ്സ് വരാനോട്ട് വരുന്നില്ലല്ലോ. എല്ലാരും കൂടി ഇവിടെ നല്ല ചില്ലിങ് വൈബ് തന്നെ ആക്കി കൊടുക്കുക. ഒരേ വൈബ് കണ്ടിട്ട് ഒരേ വൈബ്, ഇത്രയും വൈബ് പക്ഷെ വേറെ എവിടെ അല്ലേ. നമ്മള് മടക്കല്ല. അതാ ഇനി എന്താ ചെയ്യാ? നിന്നെ വെറുതെ വിടില്ല, നിന്നെ വെറുതെ വിടില്ല. കൊപ്പി പൊട്ടിച്ച് ശരിയായോ? എനർജി പോരാ എടാ. എന്റെ ആൾക്കാരാകുമ്പോ ഇങ്ങനെ പാടില്ല. മോസ്റ്റ് ഗായ്സ്, അപ്പൊ നമ്മള് മോസ്റ്റ് വൈബ് ആക്കി നമ്മളെ പാർട്ടി ചില്ലിങ് ആക്കി എല്ലാരും കണ്ടോ? മോസ്റ്റ് ആയിട്ട് എല്ലാരും കണ്ടോ? അപ്പാണോടാ? അമ്മച്ചി സീനാണോ? അമ്മച്ചി മാസാണോ? അമ്മച്ചി ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ അതിനർത്ഥം മോസ്റ്റ് ആണോ? അതന്നെ മൗന സമ്മതം. അതും അത്രേ ഉള്ളു. സീനാണോ അമ്മേ? അടുക്കള ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് ടീംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ കണ്ടോ? അപ്പൊ നമ്മളിനി മോസ്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പോലെ കഴിച്ചേ. എല്ലാവർക്കും വിശന്ന് വയറ് തുടങ്ങി, എലി ഓടാൻ തുടങ്ങി. സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചില്ലിങ് വൈബല്ലേ കഴിച്ചേ? മമ്മ മോസ്റ്റ് പായസം ഉണ്ടാക്കിയിരുന്നു. ഞാൻ കഴിച്ചില്ല. ഇനി ഒരു പായസം കഴിക്കണം. അയ്യോ കുഞ്ഞു കുഞ്ഞിന്റെ അവിടെ മാറ്റുന്നുണ്ട് നമ്മുടെ ഒച്ച കേട്ടിട്ട്. അപ്പൊ നമ്മുടെ പാർട്ടി എങ്ങനെയാ? മോസ്റ്റ് അല്ലായിരുന്നോ? അപ്പൊ നമ്മക്കിനി മോസ്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പോലെ. അപ്പൊ മോസ്റ്റ് ഫുഡ് കഴിക്കാൻ പോലെ. ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പൊ നമ്മുടെ പൊന്നുണ്ണി മോസ്റ്റ് ആയിട്ട് ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് സ്പെഷ്യൽ ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ് അല്ലേ അമ്മച്ചി? മോസ്റ്റ് ആയിട്ട് മോസ്റ്റ് ആയിട്ട് നമ്മുടെ അമ്മച്ചിയൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇനിയിപ്പോ ആരാ കഴിക്കാനുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കഴിച്ചിട്ടില്ല. നമ്മുടെ കുഞ്ഞുണ്ണി അവിടെ നീ നിന്നായിട്ട് നോച്ചേ. ഹലോ, ഇങ്ങനൊന്നും പറയല്ലേ പ്ലീസ്. എന്റെ കസേര എന്റെ കൊച്ചുങ്ങൾ നിന്ന് തിന്നാൻ പാടില്ല. കൊച്ചുങ്ങൾ ഈ പ്രായത്തിൽ നിന്ന് കഴിക്കാൻ പാടില്ല. വേഗം ഇരുന്ന് കഴിച്ചേ. കൊച്ചിരുന്ന് കഴിക്കണം. എന്താ അല്ലേ? വെള്ളം വേണം, വെള്ളം വേണം. ആർക്കാ വെള്ളം? ഇങ്ങോട്ട് വെച്ചാ വെള്ളം ചൂടുവാ. ഇങ്ങനെ സൈഡിലേക്ക് ചാപ്പാട് കൈസാ ഹേ? അച്ഛാ ഹേ? അച്ഛത്താ. അപ്പൊ ഞങ്ങൾ പോയിട്ട് എടുത്തിട്ട് വരാം. നമുക്ക് ഒരുമിച്ച് അച്ഛ അടിക്കാം. അപ്പൊ ഗായ്സ്, നമ്മൾ ഇതുവരെയായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല അല്ലേ ഭയങ്കര? ഞങ്ങളിവിടെ റീൽസ് എടുത്ത് പറയാൻ ഇപ്പൊ ഞാൻ നന്നായിട്ട് എടുക്കും. ഗായ്സ് എന്റെ എടുക്കുന്നത് ശരിയല്ല. എനിക്ക് മോസ്റ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടമായി ഗായ്സേ. ആ ടിവിക്കാം. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മള് മോസ്റ്റ് ആയിട്ട് ഫുഡ് എടുത്തിട്ട് കേട്ടോ. എലി കറണ്ട് കഴിഞ്ഞ് ഒറ്റ അടിക്ക് കഴിഞ്ഞപ്പോഴാണോ വരുന്നത്? സോറി ഗായ്സ്, ഞങ്ങൾ ഇച്ചിരി ബിസി വിളിച്ച് എടാ കൊച്ചനെ. എന്റെ കാശ് ഇവര് ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നു ഫുഡ് കഴിക്കാൻ. എന്താ? ചപ്പാത്തി മുറിച്ചിട്ടുണ്ട്. ഓ താങ്ക് യു സോ മച്ച് മമ്മ. ഇന്ന് എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മമ്മ എനിക്ക് വാരിത്തരണം. എന്ത് പറയുന്നു? വാരിത്തരാൻ പറ്റൂലേ? അമ്മ വാരിത്തരും. പിന്നെ എന്നും നിനക്ക് പിന്നെ വാരിത്തരുന്ന എന്നും വാരിത്തരും. കണ്ടോ ഗായ്സ്, സമയം 12:15 എന്നിട്ട് ഇവിടെ ഉറക്കം വരുന്നു മനുഷ്യന്. മനുഷ്യനാണോ മമ്മ? അല്ല, ഞാൻ മനുഷ്യനാണോ ആക്ച്വലി? ഞാൻ മനുഷ്യനാണോ ആക്ച്വലി? സ്പെഷ്യല് ചപ്പാത്തി നിൽക്കണേ. നമ്മ കറി കിണ്ണം കട്ടിയായിട്ടുണ്ടല്ലോ മമ്മ. ഇന്ന് വെക്കണം. ആണോ? കഷ്ണം എന്താ വേണ്ടേ? എന്റെ മമ്മ ഇത് എന്താ മേ? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട് മമ്മ. ഒന്നുമില്ല. ചൂടുവെള്ളം കുടിച്ച് കണ്ണിക്കൂടി ഇങ്ങനെ വെള്ളം വരണം. അപ്പോഴാണ് അത് എരിഞ്ഞ് വെക്കുമ്പോ എന്നാ ഭക്ഷണം കഴിക്കുമ്പോൾ വിളിച്ചോണ്ടാണോ കഴിക്കുന്നത്? അമ്മ ഞങ്ങൾ ചിരിപ്പിച്ചതാ. രാത്രിക്ക് എന്താ ചെയ്യണം? നമ്മള് പ്രേതം സിനിമ എന്താണ് അവള് കാണുന്നത്? കുഞ്ഞാച്ചിക്ക് മാനസില്ലാത്ത കളി കളിക്കല്ലേ? ഞാൻ അപ്പളേ പറഞ്ഞാലേ ഒരു പടം നിങ്ങൾ പറഞ്ഞില്ലേ നമ്മുടെ മാങ്ങാണ്ടിന്റെ ഉള്ളില് വണ്ടുണ്ടാവൂന്ന്. ഞാനും പങ്ങനെ കൂടി മാമ്പഴപ്പുളിശ്ശേരി വെച്ച മാങ്ങാണ്ടി പൊട്ടിച്ചു നോക്കി.
വണ്ടുണ്ട് മോളെ. എല്ലാം കഴിച്ചില്ലേ? എടാ എല്ലാത്തിനും ഉള്ളിലുണ്ടോ? ഉണ്ടോ? അമ്മച്ചീന്റെ കഥയും പറഞ്ഞു മോസ്റ്റായിട്ട്. ഒന്നുകൂടെ കേൾക്കാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നാളെ കഥയും കേട്ട് മാങ്ങാണ്ടി പൊട്ടിച്ചു നോക്കാം. ആ ഉറപ്പല്ലേ? ഒരു മാങ്ങ പറിക്കാൻ പോകും. എല്ലാവർക്കും പൊട്ടിക്കാം. അല്ല എല്ലാവർക്കും പറയാം. പിഞ്ചിലല്ല പഴുത്തേലുണ്ടാവാ. ബെറ്റടിക്കാൻ ആരെങ്കിലും ഉണ്ടാവോ? എല്ലാ കണ്ട് കണ്ട് ഓ ഞങ്ങള് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തേടാ. മാമ്പഴപ്പുളിശ്ശേരി ഞങ്ങൾ ഇരുന്ന് പൊട്ടിച്ചു. വണ്ട അങ്ങോട്ട് കണ്ടില്ലേ? അതിനെ കുഴിയാൻ കുഴുകി. നിങ്ങൾക്കൊക്കെ അതാ തന്നെ. എന്റെ മമ്മ എന്തി കണ്ടാ അതല്ലേ ഞാൻ പുഴുങ്ങി തന്നെ. മോനെ. അപ്പൊ എല്ലാം ഉദ്ദേശിച്ചോണ്ടായിരുന്നടാ. അതെ പറഞ്ഞില്ല. വേണോ? കാള് ബന്ധുവലത്ത് എന്ത് എടാ ചത്തതാടാ കുഴപ്പം. മജ വലിച്ചു കുടിച്ചോ. മക്കത്ത ഡിയം ഡിയം പൗ 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 എടാ തള്ളെടുത്ത് കേട്ടോ. പൗ അല്ലേ? പൗ ആണോ പൗ ബൗ ആണോ? പൗ ആണോ ബൗ ആണോ? അതാ അതെ. 2 പട്ടികളുണ്ട്. 2 പേർക്ക് തൊടലിടണം. ബെൽറ്റ് വാങ്ങണം. അത്യാവശ്യമാണ്. ചൂടുവെള്ളം കൊണ്ട് ഗ്ലൗസും ഡോക്ടറെ കാണണം. ചെവി കഴുകണം. ഗ്ലൗസ് അതെ. വെള്ളം വാങ്ങണം. ഇവിടെ 2 പൗകളുണ്ട്. 2 പൗകളെ വേഗം തന്നെ ആശുപത്രി കൊണ്ടുപോകണം. ഒന്ന് ചെവി കഴുകിയ ആളായിരുന്നിട്ടാണ് വീണ്ടും പറയുന്നത്. കണ്ടോ ചെവി കഴുകിയ ആള് ഒരുത്തൻ ഇവിടെ ഉണ്ട്. അവനോട് എന്തൊരു മാറ്റം വന്നേക്കുന്നത്. അപ്പൊ നിനക്ക് മാറ്റം ഇല്ല വാങ്ങ. പൊട്ടനാ ഞാൻ ശരിയാവില്ല. 23 കഴിയ ലാസ്റ്റ്. 2023 എല്ലാ വർഷവും ഒന്ന് കളിക്കണം. എന്നാലും ശരിയാവും. 3 വർഷത്തെ ഉണ്ട്. കൂടി ഇരിക്കുവാ. എടാ ശരിക്കും എടാ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് പോയി നോക്കിട്ടെ. എന്റെ ഗായ്സ് എന്തിനകത്ത് വിളിക്കുന്നതൊന്നും അറിയത്തില്ല. ഒന്ന് പോയി നോക്കിട്ട്. മമ്മ പായസം ഞാൻ കുടിച്ചില്ല കേട്ടോ. പോക്കിമോൻ എന്തോ ആണോ? കുഞ്ഞ് ഉറങ്ങുവാണോ? കുഞ്ഞിന് ഫുഡ് കൊടുക്കാനാണ് ഗായ്സ്. അമ്മേ ഒന്നും പറയണ്ട. എന്തായാലും നമ്മുടെ ബർത്ത്ഡേ പാർട്ടി ഗായ്സ് മോസ്റ്റ്. നമുക്ക് സമയം എത്രയും നോക്കിയാലോ? 1:10. അടിപൊളിയില്ലേ മമ്മേ? മമ്മ മോസ്റ്റ് ആയിട്ട് എനിക്ക് മമ്മ ഇന്നുണ്ടാക്കിയ പായസം തരാൻ പോവാണ്. മധുരം കാരണം എൻ്റെ ഗായ്സേ എല്ലാം തിന്നിട്ട് എനിക്ക് പായസം കുടിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പം മമ്മ മോസ്റ്റ് ആയിട്ട് വെച്ച് നമ്മുടെ സേമിയ പായസമാണേ. സോളല്ല അമ്മ മാടി ഒരു സ്പൂൺ കഴിച്ചോ. മതിയോ? മതി കഴിച്ചു. കുഞ്ഞിനാണോ? മോസ്റ്റായിട്ട് എൻ്റെ വേറുണ്ടോ വീർത്ത് വന്നുണ്ടോ? ഈ ചുരുങ്ങി മരുങ്ങി ഇരിക്കുന്നത് നോക്കണ്ട. അത് മുണ്ടെടുത്ത് കേട്ടോ. ഇതാണ് എൻ്റെ വയറ്. എവിടെ വെള്ളം കാണുന്നുണ്ടോ? എനിക്കിതൊക്കെ വലിയ വേറാ അല്ലേ? കേട്ടോ പോക്കിമോൻ കേട്ടോ. പോക്കിമോൻ മാവാറ്റിൻ്റെ അവിടെ ഇരിക്കുന്നത്. അതെ മോനെവിടെ ആയിരിക്കുന്നത്? എന്റെ മോനാണത്. സത്യം പറയല്ലോ രാവിലെ മുതൽ തീരെ വയ്യ. ഇന്നലെ ഇവരൊക്കെ 5 മിനിറ്റെങ്കിലും ഉറക്കി. എന്റെ കുട്ടൻ ഉറക്കിയിട്ടില്ല. കാരണം കുട്ടൻ ഇന്നലെ ഞാനവൻ ഉറക്കിയത്. ഭയങ്കരമായിട്ട് ഉറങ്ങിയിട്ട് കരഞ്ഞ് മമ്മ പോയി എടുത്തിട്ട് വന്ന് എൻ്റെ കൂടെ കൊച്ചു ഉറങ്ങിയത്. കിടത്തി ഉറക്കി എൻ്റെ കൈസേ. പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. അതാ രസം. രാത്രിക്ക് തുറക്കും മുഴുവൻ അവൻ കളഞ്ഞു. അപ്പം എങ്ങനെയാ ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് എന്തായാലും എൻ്റെ ബർത്ത്ഡേയിൽ മോസ്റ്റ് ആയിരുന്നു ഇന്നത്തെ ബർത്ത്ഡേ. അവരൊക്കെ വന്ന് മോസ്റ്റ് ആക്കിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഒരു മൂവി കാണാൻ വിളിക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ മിക്കവാറും ഒരു 4 മണിയൊക്കെ നമ്മൾ ഉറങ്ങുള്ളൂ. അപ്പം ഞങ്ങൾ മോസ്റ്റ് ത്രില്ലിങ് മൂവി കാണാൻ വേണ്ടി പോവല്ലേ? പോവല്ലേ? ലെറ്റ്സ് ഗോ ഗൈസേ. അപ്പൊ നമ്മള് മൂവി കാണാൻ പോവാണ്. എന്താ കുറച്ച് നീക്കിയാ എല്ലാരും ഫോണിലല്ലേ? പിന്നെ ലാപ്പിലാണോ? ലാപ്പ് ചാർജില്ല. നമ്മള് ഫ്ലാസ്ക് കുടിച്ചു. എല്ലാവർക്കും ദാഹിക്കും. ചപ്പാത്തി വെച്ചോണ്ട് വൈഫൈ ഓഫ് ആക്കില്ല. വൈഫൈയിലാണോ പോന്നെ? അതാ മീജ. എടാ നീക്കട്ടോ ഗായ്സ്. നമുക്ക് തിയേറ്റർ ഒക്കെ ഭാവിയിൽ പണിയുമ്പോ മര്യാദക്ക് കാണാൻ കൊച്ചേ അല്ലേ കുഞ്ഞുണ്ണി? അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ ടീംസ് എല്ലാം റെഡി അല്ലേ? ഹലോ റെഡിയാണോ പ്ലീസ്? നിന്റെ ഈർക്കിലൊന്നും നീക്കി വെക്കോ?
പാവടാ. അപ്പൊ ഗായ്സ് ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗ് എന്റെ മക്കളൊക്കെ കൂടി വന്നിട്ട് മച്ചാമാരും ഒന്ന് സീനാക്കി പൊടി പൂരാക്കി അതെ. എടാ ലൈറ്റ് ഒന്ന് വിളിക്കണ മുഖത്തേക്ക് ഇവിടെ മഞ്ഞ വിളിച്ചായിട്ട് വാഗ സീൻ വിളിച്ചോ. അപ്പൊ നിങ്ങളുടെ മുഖത്തേക്ക് വിളിച്ചാ മതി. അപ്പൊ ഇവരൊക്കെ വന്ന് എടാ അവരുടെ മുഖത്ത് മോശം സീനാക്കില്ലടാ. പിന്നെ ഞാൻ അവിടെ ഇപ്പൊ ചാവും ചെയ്യും. ഇനി ഈ ടീഷർട്ട് അഴിക്കുന്ന പരിപാടിക്ക് ഞാനില്ല കൈസേ. ഇത് മാത്രം ഇനി ഇത് മാത്രമേ ഉള്ളൂ. 2% ഉള്ളൂ. ആ പോപ്പ ഈ ആയി എടുക്കുമ്പോ കൊച്ചു 1% ആയി. അപ്പൊ എല്ലാരും ബായ് പറയുമെന്ന് കൈസേ. അപ്പൊ നമ്മുടെ വ്ളോഗ് സിനിമ ഞങ്ങള് മോസ്റ്റ് ആയിട്ട് ഫിയറിംഗ് കാണാൻ വേണ്ടി പോവാൻ ഞങ്ങൾ ഇച്ചിരി ഡിസ്റ്റർബിംഗ് പിള്ളേരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണ് അല്ലേ ഗൈസ്. അപ്പൊ ഞങ്ങള് മോസ്റ്റ് ആയിട്ട് സിനിമയൊക്കെ കണ്ട് വൈബാക്കട്ടെ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വിചാരിക്കുന്നു. അമ്മച്ചൊക്കെ നല്ല സ്ലീപ്പിംഗിലേക്ക് കടന്നു കാഴ്ചേ. അതാ പങ്ക എപ്പോഴാ സിനിമ വെച്ച് കഴിഞ്ഞാണ്. അപ്പൊ ഞങ്ങൾ എന്താ ഒന്ന് ത്രില്ലടിക്കട്ടെ. See you guys, bye.